അല്ലെങ്കിൽ ടൊവ്യങ്ങളെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇത് വന്നത് തന്നെ. എന്തായാലും താങ്ക് യു ഫോർ കമ്മിങ്. വേറെന്താ പറയണമെന്ന് അറിയില്ല, എല്ലാവരും സിനിമ കാണുക. നമ്മുടെ അമ്മച്ചിയും ബീനാനിയും വരാറുണ്ട്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. Hello everyone, thank you for coming. എൻ്റെ പേര് ഫർസാന പാലത്തിങ്കൽ. എല്ലാവരും പാലത്തിങ്കൽ എന്നാണ് പറയുന്നത്. ഇവിടെ ഇറ്റ്സ് ആക്ച്വലി പാലത്തിങ്കൽ. വെരി നൈസ് ടു മീറ്റ് യു ആൾ. ഹായ്, എൻ്റെ പേര് ആദിശേഷൻ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പാർട്ടിക്കൊക്കെ വരുന്നത് തന്നെ. എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമ അഭിനയിക്കാൻ. ഞാൻ ഇതിനു മുൻപ് ഒരു ഷോർട്ട് ഫിലിം അഭിനയിച്ച് അത് എണിച്ചിട്ടാ കണ്ട് അതിൻ്റെ ഒരു റീൽസ് കണ്ട് എന്നെ വിളിച്ചത് ഇങ്ങോട്ട്. ഹായ്, എൻ്റെ പേര് സിനാൻ. ഇതെൻ്റെ ഫസ്റ്റ് ഫിലിമാണ്. അപ്പോൾ ഇതിലോട്ട് എന്നെ അഭിനയിക്കാൻ കാണിച്ചതിന് താങ്ക് യു. ഹായ്, അജയൻ ചാശ്ശേരി. വളരെ സന്തോഷം വീണ്ടും മഞ്ഞുമലിന് ശേഷം നിങ്ങളുടെ മുന്നിലൊക്കെ വന്നിരിക്കാൻ പറ്റിയത്. ഞങ്ങൾക്കും വളരെ സന്തോഷമാണ്. വളരെ എല്ലാ സ്ഥലത്തു നിന്നും വളരെ സന്തോഷമുള്ള റിപ്പോർട്ടുകളാണ് വരുന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ എല്ലാ ആളുകളും വിളിക്കുന്നുണ്ട്. എന്തായാലും വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ മുന്നിൽ ഇരിക്കാൻ പറ്റുന്നതിന് വളരെ ഭാഗ്യം. Hello everyone, I'm Shailaja. I would just like to thank all of you for coming here to hear us, and it's a matter of great pride for us to be associated with Chidambaram and this wonderful film and to produce it. So thank you everyone. ഹായ്, എൻ്റെ പേര് സാന്ദ്ര ചന്ദ്രൻ. ഇതും എൻ്റെ ഫസ്റ്റ് ഫിലിമാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഹലോ, എൻ്റെ പേര് ടൊവിനോ തോമസ്. ഇതെൻ്റെ ആദ്യത്തെ സിനിമയാണ് ചിദംബരത്തിൻ്റെ ഒപ്പം. ഈ പടത്തിലേക്ക് എന്നെ വിളിച്ചത് ഗണുവല്ല, പക്ഷെ പറഞ്ഞു വിട്ടത് ഗണുവാണ്. ചിതുവും ജിത്തും കൂടെയാണ് വിളിച്ചത്. അപ്പോൾ എനിക്ക് ഭയങ്കര കേട്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഓൺ ദ സ്പോട്ട് യെസ് പറഞ്ഞ ക്യാരക്ടറാണ്. അത് വന്ന് സിനിമയുടെ ഷൂട്ടിന് ജോയിൻ ചെയ്ത ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോട്ട് മുതൽ ഈ ഭയങ്കര ഹാപ്പി ആയിട്ടും എക്സൈറ്റഡ് ആയിട്ടും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടും വർക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. മൊത്തം ക്രൂ ഭയങ്കര അടിപൊളിയായിരുന്നു. ഈ സിനിമയിൽ ടെക്നിക്കൽ ക്രൂ എല്ലാം ഗംഭീരമാണ്. കിടിലൻ ഡയറക്ടർ, റൈറ്റർ, അങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഗംഭീരമാവുന്ന സമയത്ത് അതിൽ അഭിനയിക്കുന്ന ആക്ടേഴ്സിനും ഭയങ്കര അനുഗ്രഹമാണ്. ഭയങ്കര ഒരു എന്താ പറയുക, സൗകര്യമാണ്. നമുക്ക് ഏറ്റവും നല്ല
നമ്മുടെ പെർഫോമൻസ് പുറത്തു കൊണ്ടുവരാനായിട്ട് ഏറ്റവും നല്ല ടീമിനാണ് പറ്റുക. അങ്ങനെ ഈ സിനിമയിൽ ഒരു ക്യാരക്ടർ ചെറുതെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇത് നന്ദിയുടെ ഒരു ബിഗിനിങ് മാത്രമാണ്, ഒരുപാട് നന്ദി പറയാനുണ്ട്. ഇങ്ങനത്തെ ഒരു സിനിമ എന്നും ഉണ്ടാവുന്ന ഒരു പരിപാടിയല്ല, അത് വല്ലപ്പോഴുമാണ് ഇങ്ങനത്തെ ഒരു സിനിമ ഉണ്ടാവുന്നത്. അതിൻ്റെ ഭാഗമാവാൻ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ടെങ്കിലും വളരെ കുറച്ച് പേർക്ക് സാധിക്കുന്നുള്ളൂ. അതിലൊരാളാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അത് ചിദംബരത്തിനോടും ജിത്തുവിനോടും അതുപോലെ ഈ പടത്തിന് വേണ്ടി വർക്ക് ചെയ്ത എല്ലാവരും അവരുടെ 100% അതിൽ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. അജയൻ ചേട്ടൻ്റെ ഗംഭീരമായ വർക്ക്, സിനാൻ, ആദി അസാധ്യ ആർട്ടിസ്റ്റുകളാണ്. പിന്നെ നമുക്കറിയാം ഫർസാന, ഇപ്പം എല്ലാവർക്കും അറിയാം, ഗംഭീരം. ട്രെയിലർ ടീസർ പോലെ ഒന്നുമല്ല, അത് പറയാനില്ല. ഒരുപാട് ഗംഭീര പെർഫോമൻസസ്. അതല്ല അമ്മ, നമസ്കാരം അമ്മ. അമ്മയുടെ ഗംഭീര പെർഫോമൻസ്, അതുപോലെ ജിത്തുവിന്റെ സ്ക്രിപ്റ്റിംഗ്, കോസ്റ്റ്യൂം, ഗണപതിയുടെ കാസ്റ്റിംഗ് എല്ലാം ഒത്തു വന്ന, ഇത് നമുക്ക് എല്ലാ പ്രാവശ്യവും റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ഒരു ഗംഭീര പരിപാടി. അത് നന്നായിട്ട് റിസീവ് ചെയ്തതിന് നിങ്ങൾക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സപ്ന. എൻ്റെ ആദ്യത്തെ പടമാണ് കോസ്റ്റ്യൂം ഡിസൈനറായിട്ട്. എനിക്ക് ആദ്യം നന്ദി പറയാനുള്ളത് ചിദംബരത്തിൻ്റെ ആണ്. താങ്ക് യു ഫോർ ദ ട്രസ്റ്റ്. ഇത്രയും ഇങ്ങനത്തെ ഒരു ഫിലിം ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കുക എന്ന് പറയുന്നത്. ആൻഡ് താങ്ക് യു. നമസ്കാരം എല്ലാവരും. ക്ഷണമനുസരിച്ച് വന്നതിൽ നന്ദി. ആദ്യമായിട്ടാണ് അഭിനയമല്ലാതെ ഫുള്ളി ടെക്നിക്കൽ സൈഡിൽ ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചൊരു സിനിമയാണ് ബാലൻ. എനിക്ക് വളരെ ഏറ്റവും സ്പെഷ്യലായിട്ടൊരു സിനിമയാണ് ബാലൻ. കാരണം കുറച്ച് ബഞ്ച് ഓഫ് ഫാക്ടേഴ്സിനെ കണ്ടെത്താനും അവരോട് വർക്ക് ചെയ്യാനും അതിൽ നിന്നൊരു നല്ല റിസൾട്ട് ആൾക്കാരിൽ നിന്ന് കിട്ടുന്നതും എല്ലാം വളരെ സന്തോഷമുള്ള കാര്യം. താങ്ക് യു. അമ്മൂമ്മയ്ക്ക് കൊടുക്കാം. ഉമ്മ. നമസ്കാരം. എൻ്റെ പേര് ഡോഗി, വീട് തൃശ്ശൂരാണ്. ഞാൻ എൻ്റെ കൊച്ചുമോന് ഈ യൂട്യൂബിൽ കൂടെ എനിക്ക് ഇട്ടതിൻ്റെ പേരിലാണ് ഇവരെന്നെ വന്ന് കാണാനും എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടാനും ഇടയായി. അതിനോട് പ്രത്യേകിച്ച് എനിക്ക് ഗണപതിയോടാണ്. കാരണം ഗണപതിയാണ് കണ്ടമാനം എന്നെ വന്ന് ശ്രമിച്ച് എൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു മകൻ്റെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നിൽക്കണം. പിന്നെ ചിദംബരം ബാക്കിലാണ്. ഞാൻ പിന്നെ ഈ മനുഷ്യനെ അറിയുന്നത് ഇങ്ങനെ ഒരാളാണ്. പിന്നെ എൻ്റെ പേരക്കുട്ടി, അവനാണ് എന്നെ ഇതിലേക്ക് നയിച്ചത്. കണ്ടമാനം കഷ്ടപ്പാട് അവനതുകൊണ്ട് അനുഭവിച്ചിട്ടുണ്ട്. എല്ലാവരുടെ ചീത്തയും തെറിയൊക്കെ കേട്ട് അവനെ വീട്ടിൽ നിന്ന് വരെ ഇറക്കി വിടാൻ തയ്യാറായില്ല. പക്ഷേ എല്ലാവരും ഉപരി എനിക്ക് ഇങ്ങനെ ഒരു സ്ഥാനം, ഇവരുടെ എല്ലാവരുടെ സഹായ സഹകരണങ്ങളും സ്നേഹങ്ങളും കിട്ടി. ഇതുവരെ എന്നെ കാത്തു എൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തുന്ന എല്ലാ മക്കളോടും നന്ദി രേഖപ്പെടുത്തി. ഗണപതി ബ്രോ ഫസ്റ്റ് ടെസ്റ്റിംഗ് ആണ് ഈ പടത്തിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നോട്ടൊരു പ്രിപ്പറേഷൻസ് എന്തൊക്കെയായിരുന്നു? എസ്പെഷ്യലി നമ്മുടെ ഫർസാന, നമ്മുടെ സിനാൻ, പയ്യൻ, അങ്ങനെ എല്ലാവരുടെയും കാസ്റ്റിങ്. അപ്പോൾ ഈ ഒരു ഇതിനൊരു പ്രിപ്പറേഷൻ എന്തായിരുന്നു ആദ്യം? ഓരോന്നെടുത്ത് പറയുന്നത് കുറേ പറയാനുണ്ട്. പക്ഷേ എന്താ പറയണ്ടേ, കുറേ നമ്മൾ ഒരു 2-3 മാസക്കാലോളം ഒരുപാട് സ്കൂളുകളിലും കേരളത്തിലുടനീളം ഒരുപാട് സ്കൂളുകളിലും ഒരുപാട് ഈ ഫീമെയിൽ ഓഡീഷൻസ് ആയാലും 10,000-4,000 പേരെയൊക്കെ നമ്മൾ ഓഡീഷൻ ചെയ്തിട്ടുണ്ട്, നേരിട്ടും അല്ലാതെയൊക്കെ. ആദ്യമൊക്കെ കുറച്ച് ഭയങ്കര ടെൻഷനായിരുന്നു ഇത്. കാരണം ഇതൊരു ചെറിയ പയ്യനാണ് നമ്മുടെ നായകൻ, അതും ചിദംബരത്തിൻ്റെ 3ാമത്തെ പടം മഞ്ഞുമല കേട്ടില്ല. അപ്പം അതിൻ്റെ ഒരു പ്രഷറും ആങ്സൈറ്റിയൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും. ഇടയ്ക്ക് ഇത് പറ്റുമോ എന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രോസസ്സ് ഭയങ്കര എൻജോയ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പല ശ്രമങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ആദിശേഷനാണ് നമുക്ക് ആദ്യം കിട്ടുന്നത്.
ഈ പറഞ്ഞ പോലെ ഒരു ഷോർട്ട് ഫിലിമിൽ ഒരു ചെറിയ ഗ്ലിംസ് കണ്ടിട്ടാണ് പീക്കുവിനെ ഞാൻ വിളിക്കുന്നത്. നമ്മളെ പീക്കു എന്ന് വിളിക്കാറ്. അപ്പോൾ പീക്കുവിൻ്റെ കണ്ണാണ് നമുക്ക് പിന്നെ സ്ട്രൈക്ക് ചെയ്തത്. അതിലൂടെയാണ് നമ്മൾ ആദ്യം പിന്നെ അമ്മയിലേക്ക് പോയത്. അമ്മ നമ്മളിവിടെ കേരളത്തിലേക്ക് ഓഡിഷൻസ് നടത്തി അവസാനം മുംബൈയിൽ നിന്നാണ് ഫർസാന, മുംബൈ മോഡലായിരുന്നു ഫർസാന, തൃശ്ശൂരുകാരിയാണ്. അതും കഴിഞ്ഞ് ഏറ്റവും അവസാനമാണ് എനിക്ക് തോന്നുന്നു സിനാനെ കിട്ടുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അമ്മൂമ്മ ഉണ്ടായിരുന്നു. അമ്മൂമ്മേനെ പക്ഷെ നമ്മൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് വേറെ ഡൗട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താ പറയണ്ടേ, ലോട്ട് ഓഫ് ഗട്ട്സ്, ആദ്യമായിട്ട് അഭിനയിക്കുന്നതാണെന്നുള്ളൊരു ഫീലൊന്നും അമ്മൂമ്മ നമുക്ക് തന്നില്ല. അടിപൊളിയായിട്ടാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് എനിക്ക് സിനാനെ കിട്ടുന്നത്. ഭയങ്കര രസമുള്ളൊരു പ്രോസസ്സായിരുന്നു. മൈക്ക് കൊടുക്കും. ഫസ്റ്റ് ഓഫ് ഓൾ സിനിമ കണ്ടു, ഗംഭീര സിനിമ, പക്ക ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് കിട്ടിയ ഒരു സാറ്റിസ്ഫാക്ഷനോടെ പറയുന്നത് ഗംഭീര ഫിലിമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. അങ്ങനെ ഒരു ഫിലിം തന്നെ. അപ്പം ചോദ്യം, ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ആയാലും ജാനമൻ ആയാലും ഇപ്പോൾ അത് തിയേറ്ററിൽ ഓൾറെഡി പ്രേക്ഷകർ സ്വീകരിച്ച അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഓൾറെഡി ഒരു എക്സ്പെക്ടേഷൻ ലെവലിൽ മീറ്റ് ചെയ്ത ഒരു സിനിമകളാണ് അതൊക്കെ. താങ്കൾ വിചാരിച്ച വേണമെങ്കിൽ ഒരു വലിയൊരു സ്റ്റാർ കാസ്റ്റ് നിരനിർത്തി വേണമെങ്കിൽ പോലും ചെയ്യാൻ പറ്റും. എന്നാൽ ടോവിനോ ചേട്ടൻ, ജി ചേട്ടൻ അങ്ങനെ പോലെ കുറച്ച് സ്റ്റാർസ് മാത്രമല്ല ബാക്കി എല്ലാ പുതുമുഖങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ചെയ്യാന്ന് പറയുന്നത് ഒരു ചെറിയൊരു ടാസ്ക് കൊണ്ട് ഒരു ചെറിയൊരു എന്താ പറയാ ഒരു 50-50 ചാൻസ് ആണ്. എന്തായിരുന്നു ആ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള ഒരു ഇത് ഈ സിനിമ ചെയ്യാനുള്ള പ്രചോദനവും ധൈര്യവും ഇതിന്റെ സ്ക്രീൻ പ്ലേ തന്നെയാണ്. ഇതിന്റെ സ്ക്രീൻ പ്ലേ ജിത്തുനെ എന്ന് കേട്ടപ്പം ഇത് എങ്ങനെ ചെയ്താലും വളരെ നല്ല രീതിയിൽ വരുന്ന ഒരു കഥയാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. പിന്നെ ടൊവിനോ ജീനെല്ലാം എന്താ പറയാ ലൈക്ക് they also trusted in the story and came without much doubts and thank you for that. എന്താ പറയാ ഈ സിനിമയുടെ കഥ തന്നെയാണ് ഇതിന്റെ ധൈര്യവും പ്രചോദനവും. ശരിക്കും ഇതിലെ കഥാപാത്രങ്ങൾ ഒരു ജേർണിയാണ്. പ്രേക്ഷകരെ ആ ജേർണിയിലേക്ക് ഇപ്പൊ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇവർ ആരാണ്, ഏതാണ്, എന്താണ്, ഇങ്ങനെ പ്രേക്ഷകൻ തന്നെ ചോദിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രേക്ഷകനെ കൂടെ അങ്ങനെ ഒരു ചോദിപ്പിക്കാതെ പറഞ്ഞ ചെറിയൊരു പ്രോസസ് അല്ല. ശരിക്കും പറയാം ഇവരുടെ കഥാപാത്രങ്ങൾ എന്താണെന്ന് ഒരു പോയിന്റ് ആകുമ്പോൾ നമുക്കൊന്ന് ബ്രേക്ക് ആവുന്നുണ്ട്. എത്രത്തോളം ടഫായിരുന്നു ആ സ്ക്രിപ്റ്റിൽ എപ്പോഴും കൺഫ്യൂഷൻ വന്നിരുന്നോ? സ്ക്രിപ്റ്റ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ കഥയിലും നമ്മൾ പ്രേക്ഷകരും കൂടെ ആ കഥ പറച്ചിലിന്റെ ഭാഗമാക്കണം. ഞാനൊരു 3 പറയും, ബാക്കി യു ഫില്ലിൻ. അപ്പൊ അങ്ങനത്തെ ഒരു കൊടുക്കൽ വാങ്ങലുണ്ടെങ്കിൽ സിനിമ ഭയങ്കര എൻഗേജിങ്ങും ആൾക്കാർക്ക് ആ സ്റ്റോറി ടെല്ലിങ്ങിന്റെ ആ ജേർണിയിൽ അവരുടെ പാട്ടായിട്ട് അപ്പൊ എല്ലാം സ്പൂൺ ഫീഡ്. അപ്പൊ ഞാൻ കുറച്ച് ഫില്ല് ചെയ്യും, ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്യും. അങ്ങനത്തെ ഒരു രീതിയാണ് നമ്മൾ ഇതിൽ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫിലിമാണ്, ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു ബിഗ് സ്ക്രീനിൽ പ്രേക്ഷകരിൽ എത്തിക്കാന്ന് പറഞ്ഞത് ചെറിയൊരു കാര്യമല്ല. അപ്പൊ എന്റെ ട്രെയിലർ ഒക്കെ ഇറങ്ങിയ സമയത്ത് ആളുകൾ വിചാരിച്ചത് ഇതൊരു സൈക്കോ പടമായിരിക്കും, ഒരു സൈക്കോ ക്യാരക്ടർ ഒക്കെ ആയിരിക്കും. അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു എക്സ്പെക്ടേഷൻ ഇത് ചെയ്യുന്ന സമയത്ത്? മെയിൻ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രക്കും ടാലന്റഡും എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ടീമല്ലേ. അപ്പോൾ അവരൊരു ലെവലിലാണെങ്കിൽ നമ്മളും അങ്ങോട്ടേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എത്തിച്ചു വരണം. അപ്പം ആ ഒരു ചെറിയൊരു പ്രഷർ ഉണ്ടായിരുന്നു. പക്ഷേ മെയിൻലി ഐ ജസ്റ്റ് വാണ്ടഡ് ടു എൻജോയ് ദ ജേർണി, ഷൂട്ടിൻ്റെ എക്സ്പീരിയൻസ്. അത് ശരിക്കും ആക്ച്വലി എൻജോയ് ചെയ്ത് ട്രൂലി ലിവിങ് ഇറ്റ് ത്രൂ ആൻഡ് ത്രൂ. ഈ കഥയിലെ കഥാപാത്രം എത്രത്തോളം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും? ഇപ്പം ബാലനെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞ ചെറിയ ബാലൻ ഭയങ്കര ഹൈപ്പർ ആയിട്ടുള്ള ഒരാളാണല്ലോ. അതെ അതെ, കൂടുതൽ റിലേറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവള് ഇത്തിരി എന്താ പറയാ ക്വസ്റ്റനബിൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. സോ ഐ കാൻ ഫുള്ളി റിലേറ്റ് ടു ഹർ. പക്ഷേ റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവളുടെ ലോയൽറ്റി, അവളുടെ മകനോടുള്ള ലോയൽറ്റി ഈസ് ജസ്റ്റ് ലൈക്ക് കാൻറ്റ് ഈവൻ എക്സ്പ്ലെയിൻ ഇറ്റ്. അപ്പോൾ that's the same kind of loyalty that I believe in when it comes to people that we love. Yeah. നോർമലി ഈ സിനിമയിൽ ഒരു പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഒരു ആളുകളല്ല, കഥാപാത്രങ്ങളാണ് ആ വ്യക്തികളെ ചൂസ് ചെയ്തിട്ട് ഫീൽ ചെയ്തു. ഓരോ ചെറിയ കഥാപാത്രങ്ങൾക്കാണെങ്കിൽ പോലും കുറച്ച് നേരം ഉണ്ടെങ്കിൽ പോലും അത് ആപ്റ്റ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഈ സിനിമയിൽ ടോവിനോ ചേട്ടൻ ഈ കാസ്റ്റ് ക്രൂ എന്നുള്ള കഥ ഇത് ചെയ്യണം എന്ന് അല്ലെങ്കിൽ കുറച്ച് ഇത് എന്റെ കരിയറിൽ ഉണ്ടായിരിക്കണം എന്ന് തോന്നുന്ന ഒരു ഹുക്ക് ചെയ്ത ഒരു എലമെന്റ് ഉണ്ടാവുമല്ലോ, എന്തായിരിക്കും? ഇതിന്റെ കഥ കേട്ടപ്പോൾ എന്റെ ക്യാരക്ടർ ഒരു ഹാർഡ്ലി 10-15 മിനിറ്റ്സ് സിനിമയിൽ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ തന്നെ ആ ക്യാരക്ടറിന്റെ ഒരു തുടക്കവും മധ്യവും അവസാനവും ഉണ്ട്. ഒരു ക്യാരക്ടറിന് ഒരു ആർക്ക് കൃത്യമായിട്ടുണ്ട്. അത് എൻ്റെ ക്യാരക്ടർ മാത്രമല്ല, ഇതിൽ ഏത് ക്യാരക്ടർ എടുത്ത് നോക്കി കഴിഞ്ഞാലും അവരുടെ നല്ലതും ചീത്തയുമായിട്ടുള്ള സ്വഭാവങ്ങൾ, അവരുടെ വൾനറബിലിറ്റീസ്, അതൊക്കെയാണ് അവരെ കുറച്ചും കൂടെ റിലേറ്റബിളും ആൾക്കാർക്കെല്ലാം നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യുന്നത്. നമ്മൾ ആരും ബ്ലാക്ക് ആൻഡ് വൈറ്റിലല്ലല്ലോ നമ്മളെ തന്നെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക. ഗ്രേ ഏരിയാസ് ഉണ്ടാവും, നമ്മുടെ വൾനറബിലിറ്റീസ് ഉണ്ടാവും. അത്
ഫോഴ്സ്ഫുള്ളി അല്ലാതെ ഓരോ ക്യാരക്ടറിൻ്റെയും അത് എനിക്ക് സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അത് ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ അത് കഥ കേൾക്കുമ്പോൾ തന്നെ നമുക്കത് വ്യക്തമായിട്ട് കിട്ടിയായിരുന്നു. ഇവർ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ ഭയങ്കര സന്തോഷം തോന്നി. ഇപ്പോൾ ഏതൊരു ആക്ടറാണെങ്കിലും അയാൾക്ക് അങ്ങനത്തെ നല്ല കഥാപാത്രങ്ങൾ കിട്ടുന്നതല്ലാതെ ശൂന്യതയിൽ നിന്ന് നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു കഥാപാത്രം വരുന്ന സമയത്ത് ഇവരുടെ മനസ്സിൽ ഞാൻ വന്നു എന്ന് പറയുന്നതും അത് എൻ്റെ അടുത്തേക്ക് ഇവർ എത്തി എന്ന് പറയുന്നതും എനിക്കത് ചെയ്യാൻ പറ്റി എന്ന് പറയുന്നതും ഒക്കെ ഭയങ്കര സന്തോഷവും ഭയങ്കര ഭാഗ്യമാണ്. അതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടാവും, എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഉണ്ടാവും. അത് എൻ്റെ പെട്ടെന്നുള്ളൊരു രൂപവും ഒക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകൾ വെച്ചിട്ട് എന്നെ ഇങ്ങനെ ഒരു ക്യാരക്ടറിലായിരിക്കില്ല ചിലപ്പോൾ സാധാരണ ആൾക്കാർ ആദ്യം ഫസ്റ്റ് തോട്ടിൽ വിളിക്കുക. പക്ഷേ ഇതിൽ എനിക്ക് ഇവർ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഈ ഒരു ക്യാരക്ടർ. ഇതിന്റെ രൂപമൊന്നും അന്ന് എന്തായിരിക്കും എന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. അതൊക്കെ നമ്മൾ ഷൂട്ടിന് തൊട്ട് മുമ്പൊക്കെയാണ് അത് തീരുമാനമാക്കിയത്. പക്ഷെ ക്യാരക്ടർ എനിക്ക് മൊത്തത്തിൽ ഭയങ്കരമായിട്ട് വർക്കായി. അതായത് അത് ചിലപ്പോൾ ഈ പടത്തിൽ ഞാനത് സ്പോയിലർ ആയതായിട്ട് പറയുന്നില്ല, പക്ഷെ എൻ്റെ ക്യാരക്ടറിന് ഒരു സ്വഭാവമുണ്ട്. അപ്പൊ ഞാനെന്ന് വെച്ചാൽ എനിക്കും ഈ ഇപ്പൊ ഇവന്റെ പ്രായത്തിൽ ഇവനേക്കാളും ഒരു തൊട്ട് താഴെയായിരിക്കും എൻ്റെ മോൻ. അവനേക്കാളും ഒരു സിനാനേക്കാളും ഒരു 2-3 വയസ്സ് 3-4 വയസ്സ് താഴെയായിരിക്കും എൻ്റെ മോള്. അപ്പോൾ എനിക്കത് മനസ്സിലാവും പല കാര്യങ്ങളും. എൻ്റെ ക്യാരക്ടർ എന്തുകൊണ്ട് അവരോട് എങ്ങനെയൊക്കെ പെരുമാറുന്നു എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ജീവിതാനുഭവം എനിക്കായിട്ടുണ്ടാവും. അതിൻ്റെ ആയിരിക്കാം. പിന്നെ ഞങ്ങള് എൻ്റെ സിനിമകൾ കണ്ടിട്ട് മാത്രമായിരിക്കണമെന്നില്ല, ഞങ്ങൾ തമ്മിൽ പേഴ്സണലി പരിചയമുണ്ട്. ഇപ്പോൾ ചിതുവാണെങ്കിലും നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യണ ആദ്യമായിട്ടാണെങ്കിലും കുറെ നാളായിട്ട് പരിചയമുണ്ട്. അതുപോലെ വേണുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലാതെയും പരിചയമുണ്ട്. ജിത്തു പണ്ട് ഗപ്പിയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു, മറഡോണയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അപ്പൊ അന്ന് മുതൽ ജിത്തുവിനും അറിയാം. അപ്പൊ ചിലപ്പോൾ ഞങ്ങളുടെ പേഴ്സണൽ സമയങ്ങളിൽ എൻ്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും കണ്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം ഒരു. പക്ഷെ എന്തൊക്കെ കാരണം കൊണ്ടാണെങ്കിലും ഇത് ഈ കഥാപാത്രം എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചു എന്ന് പറയുന്നത് ഇനിയും ചിലപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഞാൻ ചെയ്തിട്ടില്ലാത്ത പോലത്തെ ക്യാരക്ടേഴ്സ് എന്നെ ഏൽപ്പിക്കാനായിട്ട് ഒരു ധൈര്യം കൊടുക്കുമായിരിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ബാലിലൂടെ അഭിനയിച്ചപ്പോൾ? കാരണം ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ട്, ഒറ്റ ടേക്ക് ഫസ്റ്റ് ടേക്കിലൊക്കെ റെഡിയാക്കിയ ഒരുപാട് ഷോട്ടുകൾ ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഏജില് ഇതേപോലെ ഇന്റർവ്യൂ കണ്ട ഞാൻ നേരിട്ട് കണ്ടല്ലേ. ഞാൻ വരുമ്പോഴത്തേക്കും ഇവൻ സീസൺ ആയിട്ടുണ്ട്. ഞാൻ ഈ സിനിമയിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും ഇവൻ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് ഷോട്ടിന്റെ സമയത്തൊക്കെ റെഡി സാർ എന്നൊക്കെ പറഞ്ഞിട്ട്, അത് പുലർച്ചയ്ക്കൊക്കെയാണ് നമ്മൾ നൈറ്റ് ഷൂട്ടുകളൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്ന സീനുകൾ പലതും നൈറ്റ് ഒക്കെ ആയിരുന്നു. അപ്പോൾ 6 വയസ്സുള്ള കുട്ടിക്ക് രാത്രി ഉറക്കം കളയേണ്ട കാര്യമില്ല. നമ്മളെന്ന് വെച്ചാൽ ഇങ്ങനെ സിനിമ ഇങ്ങനെയാണ് അതാണ് ഇതാണെന്നൊക്കെ തിരിച്ചറിഞ്ഞ് എക്സ്പീരിയൻസും ഒക്കെ ആയിട്ടാണ് നമ്മളിങ്ങനെ ഉറക്കം കളയുന്നത്. പക്ഷെ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവന്റെ ഒരു ഈ പ്രായത്തിൽ തന്നെ ഇത്രയും വെളിവുണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര കാര്യമാണ്. അവൻ വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് അഭിനയിക്കേണ്ടതായിരുന്നത്. മാത്രമല്ല ഞങ്ങൾക്ക് കുറേ സമയം ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടിയായിരുന്നു. ബോട്ടിലും സ്കൂട്ടറിലും ഒക്കെ ആയിട്ട് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളിങ്ങനെ കുറേ കഥയൊക്കെ പറയും. എൻ്റെ വീട്ടിലെ കഥയും പറയും, ഞാൻ എൻ്റെ വീട്ടിലെ കഥയും പറയും. അങ്ങനെ ഞങ്ങൾക്ക് കുറേ സമയം കിട്ടിയായിരുന്നു. സിനാനായിട്ടാണെങ്കിലും ഞങ്ങൾ അത് കഴിഞ്ഞിട്ടും സിനാൻ അപ്പോൾ ആ സമയത്തെ ഷൂട്ടിന്റെ സമയത്ത് ഞങ്ങളുടെ ഷൂട്ട് നടക്കുന്ന സമയം മുതൽ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് സിനാനിലേക്ക് വരുന്ന സമയത്ത് ഇവൻ ആ ക്യാരക്ടറിന്റെ ഇന്നസെൻസ് ആണ് പ്ലേ ചെയ്തിരുന്നതെങ്കിൽ സിനാൻ വരുന്ന സമയത്ത് സിനാൻ അതിന്റെ ഇന്റൻസിറ്റി, ആ ബാലന്റെ ഇന്റൻസിറ്റിയിലേക്ക് എത്തിക്കുന്നത് ആ വളർന്നതിന് ശേഷമുള്ളത് അത് സിനാനായിരുന്നു. അത് ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ആദ്യത്തെ സിനിമ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അന്ന് നമുക്കുണ്ടായിരുന്ന മാനസികാവസ്ഥയും നമുക്കുണ്ടായിരുന്ന അറിവും എക്സ്പീരിയൻസും ഒക്കെ എന്തായിരുന്നു നമുക്ക് നല്ല ധാരണയുണ്ട്. ആ സ്ഥലത്ത് നിന്നുകൊണ്ട് ഇവര് ഇത്രയും നല്ല പെർഫോമൻസ് ക്യാരക്ടർ പുൾ ഓഫ് ചെയ്തത് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഇന്ന് സിനിമ കണ്ടപ്പോഴാണ് ബാക്കിയുള്ളവരുടെയൊക്കെ പെർഫോമൻസ് ഞാൻ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഷൂട്ടിന്റെ സമയത്ത്. ഇത് ഈ ഫർസാനയും ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്, പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നുന്നില്ല. അതുപോലെ അമ്മൂമ്മയുടെ ആണെങ്കിലും പൊളി ക്യാരക്ടറായിരുന്നു. അത് ആ ക്യാരക്ടർ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചോദിച്ചത് ആരാണ് ഈ ക്യാരക്ടർ ചെയ്യണം, ആരാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നത് ചോദിച്ചിട്ട്. അത് പക്ഷെ എനിക്ക് അത് കാണാനും പറ്റിയില്ല. ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അന്ന് പറഞ്ഞിരുന്നു ഒരു അമ്മൂമ്മ വന്നിട്ടുണ്ട്, പൊളിച്ചിട്ടുണ്ട്, ഇത് അന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് തിയേറ്ററിൽ കാണാം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ ജീനൊക്കെ ഞങ്ങൾക്ക് കുറെ നാളായിട്ട് അറിയണതും ജീന്റെ മുമ്പത്തെ മഞ്ജുമല്ലയാണെങ്കിലും ഒക്കെ പെർഫോമൻസസ് ഒക്കെ ഭയങ്കര അടിപൊളി പെർഫോമൻസസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പെർഫോമൻസ്. ഇതിലെ ക്യാരക്ടർ പവിത്ര എന്നുള്ള ക്യാരക്ടർ കേട്ടപ്പോൾ തന്നെ ധാരാ എന്നുള്ള കാര്യം നമുക്ക് കൊതിയുണ്ടാവുമല്ലോ നല്ല ക്യാരക്ടേഴ്സ് കേൾക്കുന്ന സമയത്ത്. അപ്പൊ അത് ജീനാണെന്ന് പറഞ്ഞപ്പോ അത് എനിക്ക് കിട്ടി. ആ കഥ പറയുമ്പോൾ തന്നെ കിട്ടി. അത് ഞാൻ ഇന്നാവുന്നതിന് മുമ്പ് ജീൻ ഇന്നായിട്ടുണ്ട്. അതുപോലെ എല്ലാവരുടെയും ഗിരീഷ് ഏട്ടിയുടെ ആണെങ്കിലും എല്ലാവരുടെയും. ഇപ്പം ഗണപതി വെറുതെ ഇരുത്തിക്കൊണ്ട് പറയണതല്ല, എല്ലാവരും പറഞ്ഞു. പക്ഷെ ശരിക്കും അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സിനിമയില്. ഞാൻ എൻ്റെ തന്നെ ഒരു എക്സാമ്പിൾ പറയാം. ഗണപതിയാണല്ലോ ഫസ്റ്റ്
ഇങ്ങനെ ഇവർ ഒരുമിച്ചാണല്ലോ തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു തോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് പോലത്തെ ഒരു ക്യാരക്ടർ അല്ല ഇത്. അപ്പോൾ ഒരു ക്യാരക്ടർ ആര് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു കാസ്റ്റിംഗ് ഡയറക്ടറിന്റെ ഇമ്പോർട്ടൻസ് ഒരു സിനിമയിൽ എത്രത്തോളം ഉണ്ടെന്നുള്ള ഭയങ്കര എക്സാമ്പിൾ ആയിരിക്കും ചിലപ്പോൾ ഈ സിനിമയിലെ ഓരോ കാസ്റ്റിംഗ്. ഇന്നലെ രാത്രി വിളിച്ചിട്ട് പടം കഴിഞ്ഞ് വിളിച്ചിട്ട് അവൻ കുറേ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു. അവന് പടവും ഭയങ്കര ഇഷ്ടമായി, എൻ്റെ പെർഫോമൻസും അവന് ഭയങ്കരമായിട്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലെ എന്നൊക്കെ അവരും പറഞ്ഞു. ഭയങ്കര അടിപൊളിയാണ്, സന്തോഷമാണ്. പോരാ, അതത്ര ശരിയായില്ല, അങ്ങനെ ശ്വാസം വലിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് നല്ല രസമായിട്ട് തന്നെ എടുക്കുന്നത്. പക്ഷെ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. നോർമലി മലയാള സിനിമകളെ വ്യത്യസ്തമാക്കുന്ന ഇതേപോലത്തെ ചിത്രങ്ങൾ വരുമ്പോഴാണ്, അല്ലെങ്കിൽ പ്രേക്ഷകൻ ആ സിനിമയോട് യാത്ര ചെയ്യുമ്പോഴാണ് ആ സിനിമ എപ്പോഴും അതിന് ജീവൻ ഉണ്ടാവുന്നത്. പ്രിയദർശൻ സാർ ഈ സിനിമ കണ്ടിട്ട് ഇന്ത്യൻ സിനിമയിൽ മാർക്ക് ചെയ്യപ്പെടുന്ന ഒരു സിനിമയാകും ഈ സിനിമ എന്ന് പറയുമ്പോൾ ബാലൻ സിനിമ ഒരു ലെജൻഡ് തരുന്നൊരു സിഗ്നേച്ചർ ആണത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ ഒരു ലെജൻഡിന്റെ ഒരു റിമാർക്ക് കേട്ടപ്പോ? അത് ഓഫ് കോഴ്സ് ഭയങ്കര സന്തോഷമായിരുന്നു. ആൻഡ് പ്രിയൻ സാറിന്റെ ആ വാക്ക് റിയലി ഹെൽപ്ഡ് അസ്. അപ്പം കുറെ ആൾക്കാർക്ക് ഈ സിനിമ കാണാനും എല്ലാം അതൊരു എന്താ പറയുക ഒരു മോട്ടിവേഷനായി. ആൻഡ് അങ്ങനത്തെ പ്രശംസകൾ ആക്ച്വലി ഭാരിച്ച ഉത്തരവാദിത്തങ്ങളോടാണ് തരുന്നത്. അപ്പം എപ്പോഴും അത് നമ്മൾ ഡെലിവർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ചിദംബരത്തിനെ സംബന്ധിച്ച് സിനിമ എങ്ങനെയാണ് മൂവി, അതായത് ഒരു നമുക്ക് എല്ലാവർക്കും ഒരു സിനിമ ഉണ്ടാവില്ല, ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാവില്ല, ഇതാണ് സിനിമ, അല്ലെങ്കിൽ താങ്കളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു സിനിമ ഏതായിരിക്കും, അല്ലെങ്കിൽ എന്താണ് താങ്കളെ സിനിമ ചെയ്യാൻ ഇൻസ്പയർ ചെയ്യിക്കുന്നത്? അങ്ങനെയല്ല, എല്ലാ സിനിമയും യുണീക്കാണ്, എല്ലാ സിനിമയും സ്പെഷ്യലാണ്. അപ്പം ചില കഥകൾ പറയണം, സം സ്റ്റോറീസ് ഹാസ് ടു ബി ടോൾഡ്, ഇറ്റ് ഹാസ് ടു ബി ഹേർഡ്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ സിനിമയിലേക്ക് അറൈവ് ചെയ്യുന്നത്. ഇതാണ്, ഇത് ചെയ്യാം, ഇതൊരു നല്ല സിനിമയായിരിക്കും എന്നുള്ളത്. പിന്നെ കഥ തന്നെയാണ് അതിൻ്റെ. പിന്നെ എല്ലാം പിന്നെ കാണാത്ത സിനിമ ചെയ്യുകയാണെങ്കിൽ അത്രയും ബെറ്റർ. നമ്മൾ ഇതുവരെ കാണാത്തൊരു കഥയും കാണാത്തൊരു ലോകമാണ് കൊടുക്കുന്നതെങ്കിൽ അത്രയും ബെറ്റർ. ഒരു സിനിമയിൽ എന്ന് പറഞ്ഞാൽ കാസ്റ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ രണ്ട് കുട്ടികളെ കണ്ടപ്പോൾ ശരിക്കും രണ്ടുപേരും ഒരേപോലെ ഉണ്ട് തിയേറ്ററിൽ കാണുന്ന സമയത്ത്. അപ്പോൾ പ്രത്യേകിച്ച് പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മൈൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് മോനെ? അവന് ആക്ച്വലി ചെറുതിന് ആദ്യം എനിക്ക് തോന്നിയത് അവൻ ഡയലോഗൊക്കെ ഭയങ്കര പെട്ടെന്ന് ക്യാച്ച് ചെയ്തിട്ട് പറയും. നമുക്കായാലും ചില സമയത്ത് ഞാനൊക്കെ അഭിനയിച്ച ചെറുപ്പത്തിൽ അഭിനയിക്കുക ഡയലോഗ്സ് പെട്ടെന്ന് മെമ്മറി ചെയ്ത് പറയാന്ന് പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതൊക്കെ അവന് ഭയങ്കര ഈസി ആയിട്ട് തന്നെ ക്യാരി ചെയ്തു. പിന്നെ സിനാനും ആയാലും പിന്നെ ആദ്യം ഒരു 10 ദിവസം കഴിയുമ്പോൾ ആർക്കായാലും നമ്മൾ ഒരു ഷൂട്ടിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കുറയും. ആ സമയത്ത് അവന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവനെ മോട്ടിവേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ അവൻ വളരെ തിരിച്ച് ക്യാച്ചപ്പ് ചെയ്തിട്ട് അവന് പനിയുള്ള ഒരു ദിവസം ഉണ്ടായിരുന്നു, ഭയങ്കര പനിച്ച് കിടന്നു. നമുക്ക് തന്നെ അവസാനം സങ്കടം ഒന്നും വരും. രാത്രി 2:30 ആ സീൻ എന്തായാലും അന്ന് എടുത്തേ പറ്റുള്ളൂ. പക്ഷെ അവൻ വളരെ എന്താ പറയേണ്ടത് അടിപൊളിയായിട്ട് അവൻ നമ്മളോട് സഹകരിച്ച് ചെയ്തു. സിനാൻ ആദ്യം കാണുന്ന തന്നെ സിനാൻ എനിക്കൊരു വീഡിയോ അയക്കായിരുന്നു, ചേട്ടാ എനിക്കിങ്ങനെ അഭിനയിക്കാൻ താല്പര്യമുണ്ട്, ഞാനിങ്ങനെ ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ എന്നെ എല്ലാവരും ആട്ടിപ്പായിക്കും, അപ്പം ഞാൻ തന്നെ ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ തീരുമാനിച്ചു പിള്ളേരെ വെച്ചിട്ട്, അതിൽ ഞാനും അഭിനയിച്ചിട്ടുണ്ട്, ചേട്ടൻ ഒന്ന് കണ്ടിട്ട് പറയുമെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഞാൻ ഇവൻ്റെ വർത്താനം എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, വാ ഫ്ലാറ്റിലേക്ക് വാ എന്ന് പറഞ്ഞു. ഇവൻ താഴെ എത്തിക്കഴിഞ്ഞിട്ട് ഇവനൊരു അരമണിക്കൂറായിട്ട് ഞാൻ കാണില്ല, താഴെ എത്തി എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ 12ാമത്തെ നിലയാണ് നമ്മുടെ ഓഫീസ്, ചേട്ടാ ഞാൻ നടന്ന് കയറിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തിനാ ലിഫ്റ്റില്ലെന്ന് ചോദിച്ചു. ഇല്ലടാ എനിക്കൊന്ന് പ്രിപ്പയർ ചെയ്യണം, ഞാൻ നടത്തത്തിൽ പ്രിപ്പയർ ചെയ്ത് വന്നോളാം. ഞാൻ പറഞ്ഞു കൊള്ളാലോ. അത് കഴിഞ്ഞ് ഇവൻ ഡയലോഗ്സ് ഒക്കെ നോക്കി, ചേട്ടാ എനിക്ക് കുറച്ച് സമയം വേണം. അപ്പോൾ ഇവൻ ബാക്കിയുള്ള ആൾക്കാർ വന്ന പോലെ പെരുമാറുന്ന പോലെ അല്ലായിരുന്നു അവൻ്റെ പെരുമാറ്റം സിനാൻ്റെ. അപ്പോൾ അതെനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ അവൻ്റെ ഫസ്റ്റ് ഓഡിഷൻ ടേപ്പും കൂടെ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ഫിക്സായി. പക്ഷേ ഞാൻ പറയുന്നത് ഈ സിനാനെ എനിക്ക് ഫിക്സ് ആയത് സിനാനെ എന്താ പറയണ്ടേ അവൻ്റെ ആറ്റിറ്റ്യൂഡും അവൻ്റെ പെർഫോമൻസും കണ്ടിട്ടാണ്. പക്ഷെ ഇതൊരിക്കലും അതായിട്ട് മാച്ച് ആവുമോ എന്നുള്ളത്, അത് മാച്ച് ആവണേ എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ അതൊരു ഭാഗ്യം തന്നെ പറയാം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ മനസ്സിന് ഇഷ്ടപ്പെട്ട പെർഫോമൻസ് അത് ഇവർ തമ്മിൽ രണ്ടും മാച്ച് ആവുന്നു. അത് പ്രിയൻ സാറും നമ്മൾ എന്തൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരേപോലെ ഉണ്ടായിരുന്നു കാണാൻ എന്നുള്ളത്. അപ്പോൾ അത് ആക്ച്വലി എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു നല്ല ഒരു മോട്ടീവിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ ചിലതൊക്കെ നമുക്ക് വേണ്ടി ഹാപ്പൻ ചെയ്യും. അതാണ് സംഭവിച്ചത് ഇവിടെ. അമ്മാവനെ കുറെ ആളായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഈ സിനിമയിൽ വന്നപ്പോഴേ ആ തിയേറ്ററിൽ നിന്ന് കണ്ടാൽ തന്നെ എല്ലാവരും കൈയടിക്കുന്നുണ്ടായിരുന്നു അമ്മാവനെ കണ്ട സമയത്ത്, ഡയലോഗ് പറയുന്ന സമയത്ത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യമായിട്ട് സിനിമ ഒക്കെ ചെയ്ത സമയത്ത്? വളരെ സന്തോഷം തോന്നി. കാരണം ഞാൻ ആദ്യമായി അഭിനയിക്കുകയാണ്. പിന്നെ എന്താ വെച്ചാൽ എൻ്റെ ഒരു ക്യാരക്ടറും അതിനോട് ഒത്തിരി ചേർന്നതാണ്. അതുകൊണ്ട് അവർക്ക് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല, ബുദ്ധിമുട്ടാതെ കാര്യം നടത്തി കൊടുത്തു. പിന്നെ വളരെയധികം സന്തോഷമുണ്ട് മോളെ ഈ പ്രായത്തിൽ
ഇങ്ങനെ ഒരു ഇതിൽ അഭിനയിക്കാനും ഇത്രയും നിങ്ങളുടെ എല്ലാവരും മുമ്പിൽ വന്നിരിക്കാനും ദൈവം ഒരു അവസരം തന്നതിന് നന്ദിയുണ്ട്. ചിദംബരം ഇപ്പം ഇതിലെ ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിലാരും കംപ്ലീറ്റ്ലി നല്ലവരായിട്ടുള്ള ആൾക്കാരും ഇല്ല, കംപ്ലീറ്റ്ലി മോശമായിട്ടുള്ള ആൾക്കാരും ഇല്ല. എല്ലാവരും കറക്റ്റ് ഗ്രേഷയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും സെൽഫിഷാണ്. എല്ലാവർക്കും അവരായിട്ടുള്ള എന്താ പേഴ്സ്പെക്റ്റീവിലുള്ള ശരികളുണ്ട്. അപ്പം ഈ ഒരു റൈറ്റിങ് അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോട്ടീവ് എന്തായിരുന്നു? അല്ലാതെ അങ്ങനെയാണല്ലോ ജീവിതത്തിലും എല്ലാവരും. അപ്പൊ പിന്നെ നമ്മളെല്ലാരും ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നമുക്ക് കാണിക്കാനും പറ്റില്ല. മഞ്ഞുമൽ ബോയ്സിലായാലും അവരത്ര നല്ല ബോയ്സ് ഒന്നും അല്ല, കയ്യിലിരിപ്പാണ്. അപ്പം എല്ലാത്തിനും ജാനേമനിലെ ജോയ്മോൻ ആയാലും സെൽഫിഷ് ആണ്. അപ്പം അങ്ങനെ അങ്ങനെ റിയൽ ലൈഫ് എഴുതുമ്പോൾ നമുക്ക് അങ്ങനെ ഗ്രേ ഷെയ്ഡിലെ ആൾക്കാരെ എഴുതാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചേട്ടാ ഇവിടെ ഇപ്പം എല്ലാ കഥാപാത്രങ്ങളും എടുത്തു നോക്കിയാലും കുറച്ച് റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു ഇച്ചിരി ഗ്രേ ഷെയ്ഡുള്ള കഥാപാത്രങ്ങളാണ്. ഇപ്പൊ ഇതിൽ നോക്കിയാലും കുറച്ച് കഴിയുമ്പോഴേക്ക് ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ പുറകെ പോകുന്നതെന്ന് പ്രേക്ഷകന് തോന്നുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ കിട്ടുമ്പോൾ എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഇതൊന്നും മാറ്റി പിടിച്ച് വേറെ എനിക്ക് ഇച്ചിരി ലെവല് പിടിച്ചുകൂടെ എന്ന് തോന്നിയിട്ടുണ്ടോ? അതോ ഇല്ല, ചിലപ്പോ ഈ മുഖം വെച്ച് പൂക്കി പിടിക്കാൻ പറ്റാത്തോണ്ട് അത് ഇല്ല, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എന്ത് ചെയ്യണം, ഇന്നത് ചെയ്യണം എന്നൊന്നും അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല ഞാൻ. ഇതിപ്പം ഇങ്ങനെ നല്ല കഥാപാത്രങ്ങൾ സത്യത്തിൽ ഭയങ്കര സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ഇത്തിരി ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളാണ്. പക്ഷെ ഇതുപോലെ നല്ല കഥാപാത്രങ്ങൾ വരുമ്പം നമുക്കത് ചെയ്യാൻ ഇഷ്ടമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇത് ഒരുപാട് ഇപ്പം എന്താ പറയാ, ഇതിപ്പോ ഈ വിഷയമായിട്ട് കണക്ട് ആണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ഈ ആദിയും സിനാനും ഒക്കെ എന്താ പറയാ, അവരുടെ ഒരു ലെവൽ ഓഫ് ഒരു പെർഫോമൻസ് ഭയങ്കര അൺഎക്സ്പെക്ടഡ്ലി ഹൈ ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ കൂടെ അവരോട് ശരിക്കും നല്ല കമ്പീറ്റ് ചെയ്തിട്ടാണ് നിൽക്കേണ്ടി വരുന്നതെന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് തന്നെ ഞാൻ മാനേജ് ചെയ്യുവാണ്. വേറൊരു ടൈപ്പ് അങ്ങനെയൊന്നുമില്ല, കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ച് അത് അങ്ങനെ ഒരു നല്ല പരിപാടിയാണെങ്കിൽ. ചേട്ടാ ഈ ഒരു ക്യാരക്ടർ നടത്തിയ പ്രിപ്പറേഷൻസ് എന്തൊക്കെയായിരുന്നു? കാരണം ഇപ്പൊ അപ്പിയറൻസ് ആയാലും മൊത്തത്തിൽ മാറ്റപ്പെടുത്തി. ഇപ്പം താങ്കൾ എന്ന് പറയുമ്പോൾ നല്ല ഫിസിക്കലി ഫിറ്റ് ആയിട്ട് ഒരാളാണ്, പക്ഷെ ഇതിലൊക്കെ വരുമ്പോൾ ഒരു കുടവേറൊക്കെ ഉള്ള ഒരാള്, സാധാ ചോറ് എന്ന് ജീവിക്കുന്ന ഒരാളുടെ ഒരു ബോഡി, അങ്ങനത്തെ ഒരു അപ്പൊ അതിലേക്കുള്ള പ്രിപ്പറേഷൻസ് എന്തൊക്കെയായിരുന്നു മൊത്തത്തിൽ? അത് നമുക്ക് ഈ ക്യാരക്ടറിന്റെ നമ്മൾ ഇതിനെ പറ്റി ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ക്യാരക്ടർ ഒരു നല്ലപോലെ അത് നമ്മൾ ആദ്യത്തെ ഒരു ഡ്രാഫ്റ്റിലുണ്ടായിരുന്നു, മറ്റേ ഡെയിലി ഒരു ബിരിയാണിയും കഴിക്കുന്ന നല്ലപോലെ കള്ളും കുടിക്കുന്ന ഒരാൾ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വയറിന്റെ കാര്യമൊക്കെ ഇങ്ങനെ ചിന്തിച്ചത്. അത് പ്രോസ്തെറ്റിക് ആണ് ആ വയറ്, പക്ഷെ ഞാൻ അങ്ങനെ ഫുൾ ഫിറ്റ്നസ്സിലൊക്കെ ഇരുന്ന് ചിസൽഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് അടയ്ക്കാൻ വരുന്ന മാമേനെ കെട്ടിവെച്ച പോലെ ഇരിക്കുകയുള്ളൂ. അത് ഒട്ടും സെറ്റ് ആവില്ല. അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ ഒരാഴ്ച ബ്രേക്ക് എടുത്ത് ദുബായിക്ക് പോയിട്ട് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ചില്ല് ചെയ്ത് കവളൊക്കെ കൊടുത്തിട്ടാണ് തിരിച്ചു വന്നത്. ഇത് ബാലനിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനത് പറഞ്ഞിട്ട് പോയത്. അത് കഴിഞ്ഞ് ബാലനില് അപ്പൊ എന്താ വെച്ചാൽ കുറച്ച് ശരീരം കുറച്ചൊന്നും വർക്കൗട്ടും ചെയ്തില്ല, ഒന്ന് ലൂസ് ആവണമായിരുന്നു ശരീരം. പിന്നെ അപ്പൊ അങ്ങനെയാണ് ആ ബോഡി ലാംഗ്വേജിലൊക്കെ അതിന്റെ നമുക്ക് അത് ഗുണം ചെയ്യും. അപ്പൊ നമുക്കറിയാം ഇയാള് അത്ര കോർ സ്ട്രെങ്ത് ഒന്നും ഇല്ലാത്ത ആളായിരിക്കും, ചിലപ്പോൾ അത്ര ഫിറ്റ്നസ് ഇല്ലാത്ത ആളായിരിക്കും. അപ്പൊ അയാളുടെ നടത്തത്തിലൊക്കെ അതിന്റെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുമായിരിക്കും, അയാളുടെ ഇരിപ്പിലും കിടപ്പിലും ഒക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ഇപ്പൊ ഭയങ്കര ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് അല്ലെങ്കിൽ പോലും നമ്മളവിടെ നമ്മളുടെ സൗഹൃദ സംഭാഷണങ്ങളുടെ ഇടയ്ക്ക് അബ്ബാസ് എന്നുള്ള ക്യാരക്ടർ അയാൾ എങ്ങനെയായിരിക്കും, അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മളുടെ ഡിസ്കഷനിൽ വന്നിരുന്നു. അത് ചിദംബരമായിട്ട് ഞാൻ എപ്പോഴും ഞങ്ങൾ ഇതിനെപ്പറ്റി തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അയാൾക്ക് കുറച്ചും കൂടെ ഒരു പ്രായം ഒന്ന് കുറച്ചും കൂടെ കൂടുന്ന ഇവരിൽ നിന്ന് വളർന്ന് അവിടേക്ക് എത്തുന്നവരെയുള്ള ആ മാറ്റത്തിനിടയ്ക്ക് ഞങ്ങള് വയനാട് ഷൂട്ട് ഉണ്ടായിരുന്നു. അതിന് മുമ്പ് മംഗലാപുരത്ത് ഷൂട്ട് കഴിഞ്ഞ് ഞാനൊരു അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാനൊരു 2 ദിവസം ഒന്നൊരു 48 hours ഫാസ്റ്റ് ഒക്കെ ചെയ്തപ്പോഴത്തേക്കും ആ കവളൊക്കെ ഒന്ന് അത് പ്രായമാവുന്നതിന്റെ ഭാഗമായിട്ട് കവളൊക്കെ ഒന്ന് ചെറുതാവുമല്ലോ. അപ്പൊ അങ്ങനെ അതിന്റെ ഇടയ്ക്ക് ചെയ്ത് അതും എനിക്ക് തോന്നുന്നു നമുക്കങ്ങനെ വിസിബിൾ ആയിട്ട് ഭയങ്കര ഡിഫറൻസ് എണ്ണി പറയാൻ പറ്റൂല എന്നുണ്ടെങ്കിലും അത് സട്ടിലായിട്ട് അതിന്റെ ഒരു സബ് ലെയർ ആയിട്ട് കിടന്നിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. പിന്നെ വേറെ അങ്ങനെ പ്രിപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുക, ചിന്തിക്കുക. ഞാൻ കുറെ ചിന്തിച്ചു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എന്റെ ഷൂട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. എപ്പോഴാണ് എന്റെ ഷൂട്ട്, എപ്പോഴാണ് ഞാൻ വരണ്ടേ എന്ന് ചോദിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പ്രൊഡ്യൂസറോടാണ്. ഹായ് മാം. മാം ഇപ്പം മലയാളത്തിൽ ഒരുപാട് Can I request you to ask in English? I don't follow.
ഒന്നുമില്ല, ഇപ്പൊ ഒരുപാട് സിനിമകൾ മലയാളത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ലോ ബഡ്ജറ്റ് ആണ്, ഹൈ ബഡ്ജറ്റ് ആണെങ്കിലും. ഇപ്പൊ താങ്കൾ പുറത്തു നിന്നാണ് വന്നത്. ഇപ്പൊ പുറത്തു നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഇത് എനിക്ക് മോളിവുഡ് സിനിമ ചെയ്യണം എന്ന് അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു? ഈ സിനിമ ചെയ്യാനായിട്ടൊരു തോന്നിയ ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? What was your inspiration doing in the Mollywood? So the inspiration, if you ask me, was Manjumal Boys. When we saw it, Chidambaram is someone we know personally. So when he had a script, him and Jeetu together, so it was something we really passionately believed in it and wanted to go ahead with it. Both my husband Satish and myself, and we had the good fortune of having Venkat sir from KVN along with us. So yes, that's how we all came together. ടോയ് ചേട്ടാ, എനിക്ക് ചോദിക്കാനുള്ള ടോയ് ചേട്ടൻ്റെ അടുത്താണ്. നോർമലി നമ്മൾ ഫിറ്റ്നസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് സ്റ്റബേൺ ആയിരിക്കും, മെന്റലി ഒരുപാട് സ്ട്രെങ്ത് ഉള്ള ആൾക്കാരായിരിക്കും എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരു സൈക്കോ ക്യാരക്ടർ അല്ല ലോലന്മാരാണ്, പക്ഷെ ബിരിയാണിയൊക്കെ കാണുമ്പോൾ കഴിക്കാതിരിക്കാനൊക്കെ വലിയൊരു മെന്റൽ സ്ട്രെങ്ത് വേണ്ട. അപ്പൊ സൈക്കോകൾ അധികവും ഇതുപോലെ മെന്റൽ സ്ട്രെങ്ത് ഉള്ള ആൾക്കാരായിരിക്കും. എനിക്ക് പക്ഷെ ബിരിയാണി കണ്ടാൽ കൺട്രോൾ ചെയ്യാൻ പറ്റാറില്ല, അതുകൊണ്ട് ഞാൻ സൈക്കോ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ ഒക്കെ ഒരു സൈക്കോ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മൈൻഡിൽ മെന്റൽ സ്ട്രെങ്ത് ഉള്ള സൈലന്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അല്ല, മെന്റൽ സ്ട്രെങ്ത് ഉള്ളവരാണോ സൈക്കോകളായിട്ട് മാറുന്നത്? അതെ, അതോ ലോലന്മാരധികം നമ്മൾ സൈക്കോകളായിട്ട് കാണാറില്ലല്ലോ. പറയാൻ പറ്റില്ല, നമുക്കറിയില്ലല്ലോ. കൂട്ടത്തിൽ കുറേയൊക്കെ ഉണ്ട്. അധികം എല്ലാവരും ഭയങ്കര സൈലന്റ് ആയിട്ട് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ എനിക്ക് ടോവിച്ചേട്ടനെ എന്ന ഒരു സൈക്കോ ക്യാരക്ടറിൽ കാണാൻ പറ്റുക, ഒരു പെർഫെക്റ്റ് സൈക്കോ. ഓക്കെ, വഴിയുണ്ടാക്കാം. ഞാൻ എന്റെ ശരിക്കുള്ള സൈക്കോത്തരം പുറത്ത് കാണിക്കാതെ അഭിനയിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ പോട്ടെ, വരും നല്ല. അതിപ്പോ ക്യാരക്ടേഴ്സ് വരണ്ടേ? അതായത് ഇപ്പൊ എന്റെ അടുത്ത് ഏതെങ്കിലും ഒരു ക്യാരക്ടർ പറയുമ്പോൾ ഞാൻ ഇതിൽ സൈക്കോ ആയിട്ട് അഭിനയിക്കട്ടെ എന്ന് എനിക്ക് അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അങ്ങനെ സൈക്കോ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ളൊരു ഒരു ടിപ്പിക്കൽ സൈക്കോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കുന്നോണ്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ചിന്തിക്കണില്ലേ? അത് അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാല്, ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു സൈക്കോനെ നമുക്ക് സൈക്കോ ആണെന്ന് മനസ്സിലാവില്ല. അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഇറങ്ങി വന്നിട്ട് അല്ല ആ സൈക്കോ പിടിച്ചോ, ഈ സൈക്കോ അങ്ങനെ എല്ലാത്തിനും പിടിച്ചാൽ പോരെ. ഓക്കെ, അപ്പം ചിദംബരം നെക്സ്റ്റ് മൂവി എടുക്കുന്ന ടൈമില് എനിക്കൊരു സൈക്കോ ക്യാരക്ടർ തരൂ. അല്ല, സൈക്കോ ക്യാരക്ടർ കൊടുക്കാനല്ല, ഒരു നമുക്കൊരു ടിപ്പിക്കലി ഇപ്പം എന്നെ പോലുള്ള ആൾക്കാരൊക്കെ സൈക്കോ എന്ന് പറയുമ്പോൾ ഇതുപോലെ ആണ് നമ്മൾ വിചാരിച്ചു വെച്ചേക്കുന്നത്. പണ്ട് നമ്മൾ വില്ലന്മാരെന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ നമ്മുടെ മൈൻഡിലുണ്ടായിരുന്നു. ഈവൻ ഈ ആക്ട്രസ് എന്ന് പറയുന്ന സമയത്ത് ഒരു ഗ്രേ ഷെയ്ഡ് ഒന്നും കാണിക്കാതെ പെർഫെക്റ്റ് ഒരു കുലസ്ത്രീ കാറ്റഗറിയിൽ ഇപ്പൊ കംപ്ലീറ്റ്ലി മാറിയിരിക്കുകയാണ് അല്ലേ? അപ്പൊ നമുക്കൊരു ഡിഫറെന്റ് ഷെയ്ഡ് ഓഫ് ഈ പറയുന്ന ക്രൈം ത്രില്ലേഴ്സ് ഒക്കെ പ്രതീക്ഷിക്കാൻ പറ്റുമോ? തീർച്ചയായും. എന്താ പറയാ, ഉറപ്പായിട്ടും അങ്ങനെ പല ടൈപ്പ് സാധനങ്ങൾ ചെയ്യണം. പിന്നെ സൈക്കോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആണെന്ന് തോന്നുന്നു. അപ്പം എന്താണ് സൈക്കോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സബ്ജക്റ്റീവ് ആയിരിക്കാം. സോ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലാണ് എന്താ പറയാ, ഇപ്പം ജീന്റെ ക്യാരക്ടർ ഒരാളെ ഇത്രയും കാലം തടവിൽ വെക്കേണ്ടത് ഒരു നോർമൽ ആയിട്ട് ഒരാൾ ചെയ്യുന്നതല്ലല്ലോ. അപ്പം അങ്ങനെ എന്താ പറയാ, എല്ലാവരുടെയും ഉള്ളിൽ ഓരോ പല ടൈപ്പുള്ള ഒരു ബിഹേവിയർ പാറ്റേൺസ് ഉണ്ട്. അത് നമുക്ക് ബ്രോഡായിട്ട് സൈക്കോ എന്ന് വിളിക്കാമെങ്കിൽ വിളിക്കാം. നമ്മുടെ കോമൺ മാൻസിന്റെ ഇടയിലുള്ള സൈക്കോനെ പുറത്തു കൊണ്ടുവരണം. അല്ല, കോസ്റ്റ്യൂം ഡിസൈനർ. ഹായ് മാം. ഇപ്പം ഈ സിനിമ എടുത്തു നോക്കുകയാണെങ്കിൽ ഭയങ്കര രസമുള്ള കോസ്റ്റ്യൂംസാണ്. ഇപ്പം കളേഴ്സ് ഭയങ്കര രസമാണ്. ഓരോ ഫ്രെയിംസിന് ഓരോ സീൻസിൽ നമുക്കൊരു നമ്മളെ കോസ്റ്റ്യൂംസിൽ എപ്പോഴും ശ്രദ്ധിക്കാന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും ഡിസ്റ്റർബൻസ് ഒക്കെ സ്ക്രീനിൽ ഒരിക്കലും ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്യരുത്. കളേഴ്സ് വൈബ്രൻസ് ആയിട്ട്. അപ്പം ഇതിൽ ഓരോ ഫ്രെയിംസും ഭയങ്കര റിച്ച് ആണ്. അതിനൊത്ത ഒരുപാട് സീനുകൾ കാണുമ്പോൾ നമുക്കത് ആ ക്യാരക്ടറിൽ നിന്ന് ആ കഥാപാത്രമായിട്ട് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ആ കോസ്റ്റ്യൂംസ് കറക്റ്റാണ്. എത്രത്തോളം ടഫായിരുന്നു ഈ കഥാപാത്രത്തിന് ചെയ്യാനായിട്ട്? ശരിക്കും കുറേ അലഞ്ഞു നടന്നത് ഫർസാനയുടെ സാരിക്ക് വേണ്ടിയിട്ടാണ്. കുറേ ട്രയൽ ആൻഡ് എറർ നടത്തി പല പല ടൈപ്പ് നോക്കി അവസാനം അങ്ങനെ ഒരു ക്യാരക്ടറോട് ബ്ലെൻഡായിട്ട് ബോഡിയോട് ബ്ലെൻഡായിട്ട് കിടക്കുന്ന ഒരു ഫാബ്രിക്കിൽ അതൊരു ഹാൻഡ് മെയ്ഡ് സാരിയാണ്. അതാണ് കുറച്ച് നാളെടുത്ത് എനിക്ക് തോന്നുന്നു ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു 1 വീക്കോ 2 വീക്ക് മുന്നെയാണ് ആ സാരി കിട്ടുന്നത്. പിന്നെ ടോവിയുടെ ക്യാരക്ടർ ഇറ്റ്സ് വെരി ലൈക്ക് രണ്ട്
സമയം കാണിക്കുന്നുണ്ട്. അതിലെനിക്ക് തോന്നുന്നു സെക്കൻഡ് ഇതാണ് കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് ചെയ്യാൻ പറ്റിയിട്ട് ഉണ്ടായിരുന്നത്. ചിദംബരം ഗ്രൂപ്പ് ഇതിൻ്റെ പേര് ഇപ്പം നോക്കുവാണെങ്കിൽ ബാലൻ, ഇത് മലയാളത്തിലെ ആദ്യത്തെ സിനിമയുടെ പേരും ബാലൻ എന്നായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പം നമ്മുടെ ലാലേട്ടൻ്റെ ഒടിയൻ്റെ പേരും ഇപ്പം രാജുവേട്ടൻ്റെ സിനിമയുടെ ഒടിയൻ്റെ പേരും സിമിലാരിറ്റി വന്നു. അപ്പോൾ അതിൻ്റെ റൈറ്റ്സ് അവരിങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്തിലായിട്ട് ഈ പേരിടുമ്പോൾ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു? അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ? ഫസ്റ്റ് ഓഫ് ഓൾ പേരിന് റോയൽറ്റി ഇല്ല, പക്ഷെ നമ്മൾ എല്ലാം ഇതിന്റെ ബാലൻ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്ഷൻ കമ്പനി നമ്മൾ ട്രാക്ക് ചെയ്തു. അവരുടെ ഫാമിലി ഓസ്ട്രേലിയയിലാണ്. ബാലൻ അവരുടെ 15ാമത്തെ 16ാമത്തെ സിനിമ എന്തായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് അവർ പ്രൊഡക്ഷൻ ഹൗസ് കൂട്ടി ആ ഫാമിലിയുടെ ലാസ്റ്റ് ആൾക്കാർ നമ്മൾ ട്രേസ് ചെയ്തു. അവരിന്ന് NOC വാങ്ങിച്ചു, ചേംബറിൽ നിന്നൊക്കെ അപ്രൂവൽ എടുത്തിട്ട് തന്നെയാണ് ബാലൻ എന്നുള്ള പേരിലേക്ക് എത്തിയത്. പിന്നെ ബാലൻ എന്നുള്ള പേര് ചൂസ് ചെയ്യാൻ കാരണം അതിന്റെ റീകോൾ വാല്യൂ തന്നെയാണ്. എല്ലാവർക്കും സുപരിചിതമായ പേരാണ്. പിന്നെ ഒരു ബാലന്റെ കഥ എന്ന് പറയുമ്പോൾ ബാലൻ എന്നുള്ള ഏറ്റവും സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള പേര്. പിന്നെ അതിന്റെ റീകോൾ വാല്യൂ ആണ്. പിന്നെ നമ്മളെ സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട് ബാലനാണ് ഫസ്റ്റ് ടോക്കി. അപ്പൊ അങ്ങനെ എല്ലാവർക്കും അറിയുന്ന നമ്മളുടെ ചരിത്രത്തിന്റെ ഭാഗവും കൂടെ ആയ ഒരു ടൈറ്റിൽ കൊണ്ടാണ് ബാലനിലേക്ക് എത്തിയത്. ബീന ചേച്ചി, കുറെ നാളുകൾക്ക് ശേഷം നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയല്ലോ. കുറെ സീരിയലിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് പഴയൊരു ബീന ചേച്ചിനെ തിരിച്ചു കിട്ടിയെന്ന് എനിക്ക് തോന്നി സിനിമ കണ്ടപ്പോൾ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു സിനിമയിൽ വന്നത്? അതെ, സത്യം. ഞാൻ കുറേ ഈ പറഞ്ഞ പോലെ കുറേ വർഷമായി സീരിയലിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു കുറേ വർഷങ്ങൾ. അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടമായിരുന്നു. കാരണം ഒന്ന് ഞാൻ മഞ്ഞുമൽക്കാരിയാണ്, അവിടുത്തെ ഒരു ആക്ട്രസ്സാണ്. ഞാൻ എന്നെ കൺസിഡർ ചെയ്തില്ല. അത് പോട്ടെ, ഈ ചിദംബരവും ഗണപതിയും രണ്ടുപേരും എൻ്റെ മക്കളായിട്ട് സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. ചിദംബരം വന്നിട്ട് ആലിപ്പഴത്തിൽ എൻ്റെ മകനായിരുന്നു. എത്രയോ വർഷം എൻ്റെ മോനായിട്ട് അഭിനയിച്ച ആളാണത്. അത് കഴിഞ്ഞ് ഗണപതി ആണെങ്കിൽ കുഞ്ഞാലി മരക്കാറിൻ്റെ കുഞ്ഞൻവനായിരുന്നു. ഭയങ്കര നല്ല പെർഫോമൻസ് ഒക്കെ ഉമ്മയും മോനുമായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ള. അപ്പം ഇവർ രണ്ടുപേരും എന്നെ കൺസിഡർ ചെയ്തല്ലോ എന്നുള്ള സങ്കടം. ഞാൻ ഒരു ദിവസം വെറുതെ ചിദംബരത്തിനൊരു മെസ്സേജ് ഇൻസ്റ്റയിൽ ഇട്ട് കൊടുത്തു, എന്നാലും അമ്മയായി എന്നെ കൺസിഡർ ചെയ്തല്ലോ. പക്ഷെ അതവൻ മൈൻഡൊന്നും ചെയ്തില്ല കേട്ടോ. പക്ഷേ ഗണപതി ഇവർ നോക്കിയിട്ടുണ്ടായിരുന്നു. ഗണപതി പക്ഷെ എപ്പോഴോ ഇവരൊരു യാത്രയിൽ ഗണപതിയും ഗണപതിയുടെ ഫ്രണ്ട്സൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഈ ഷംനത്തയുടെ ക്യാരക്ടറിന്റെ ഡിസ്കഷൻ നടക്കായിരുന്നു തോന്നുന്നു. അപ്പോഴെങ്ങാണ്ടുമാണ് ആരോ ഗണപതി അടുത്ത് പറഞ്ഞു തോന്നുന്നു, ഇങ്ങനെ എൻ്റെ പേര് ഒരു മെസ്സേജ് കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ പേര് ചേച്ചി ഇതിൽ വിളിച്ചാലോ എന്ന് ഓർത്ത് അങ്ങനെ അവൻ എന്നെ വിളിക്കുന്നത്. ഞാൻ ഭയങ്കര ഞെട്ടിപ്പോയി. കാരണം ഞാനിങ്ങനെ ആക്ച്വലി കാത്തിരിക്കുകയായിരുന്നു കുറേ വർഷങ്ങളായിട്ട്. സിനിമയിൽ ഒരു റീ എൻട്രി വേണമെന്ന് ഭയങ്കര ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവനിങ്ങനെ വിളിച്ചിട്ട് കഥാപാത്രം ഒന്നും പറഞ്ഞില്ല, ചേച്ചി ഒരു ക്യാരക്ടർ ഉണ്ട്, ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഒയ്യോ ചെയ്യുന്നുണ്ടോ? 100%. അപ്പൊ അങ്ങനെ എനിക്ക് ഭാഗ്യത്തിൽ അങ്ങനെ ഗണപതിയിൽ വഴി കിട്ടിയതാണ് ഈ ക്യാരക്ടർ. വരും, എന്തായാലും വരും. എഴുത്തു പരിപാടിയൊക്കെ എത്ര കൃത്യമായിട്ടുള്ള കഥയും സന്ദർഭവും വരുമ്പോൾ വരും. ആലോചനയുണ്ട്. അവന്ന് എല്ലാ ദിവസവും ആലോചിക്കുന്നുണ്ട്. അതെ, തീർച്ചയായും. നോർമലി ഒരു ക്യാരക്ടർ ആർക്ക് എന്ന് പറയുന്നുണ്ടല്ലോ. അതായത് ഇപ്പം നോർമൽ നമ്മളൊരു മലയാള ഒരു സിനിമയിൽ ഓരോ കഥാപാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു ആർക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ എവിടെ നിന്ന് വരുന്നു, എന്ത് ചെയ്യുന്നു, എങ്ങനെയായി, എന്ത് സംഭവിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെ ആകുന്നു, എങ്ങനെ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതിലൊക്കെ. അപ്പം ഇതിലെ ഒരു ക്യാരക്ടർ ആർക്ക് നോക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഓടുന്നുണ്ടെന്നറിയാം, എന്തിനു വേണ്ടി ഓടുന്നു എന്നുള്ള ഒരു പോയിന്റ് പറയുന്നുണ്ട്. പക്ഷെ ഇത് എവിടെ നിന്ന് വന്നു എന്നോ അല്ലെങ്കിൽ എങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണെന്നോ ഇതാവുന്നില്ല. അതൊരു എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് പ്രേക്ഷകന് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ? അല്ല, കുറെ ക്വസ്റ്റ്യൻസ് എന്താണ് ഇവരുടെ ശരിക്കുള്ള പേര് ആർക്കെങ്കിലും അറിയോ? അതേപോലെ തന്നെയാണ് അവരുടെ പാസ്റ്റും എല്ലാം വേഗമാണ്. നമ്മളത് ഓപ്പൺ ആക്കിയിട്ടിരിക്കുകയാണ്. എന്ത് പേര് വേണമെങ്കിൽ അവർക്ക് വിളിക്കാം, എന്ത് പാസ്റ്റ് വേണമെങ്കിലും അവർക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ് ഓടുന്നത്? പലതും പല പാസ്റ്റ് എന്നുള്ള പല പ്രേതങ്ങളുണ്ട്. അപ്പൊ അവിടെ നിന്നെല്ലാം ഓടുന്നു. പിന്നെ ഷംനാത്തെ ഉണ്ടല്ലോ പുറകില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവർ ഓടിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചി, നമ്മൾ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കംപ്ലൈന്റുകളാണ്. ഇപ്പൊ മിനി സ്ക്രീനിൽ വർക്ക് ചെയ്യുന്നവര് ബിഗ് സ്ക്രീനിലേക്ക് വരും പലപ്പോഴും ആരും ചാൻസ് കൊടുക്കാറില്ല മോനെ. ആദ്യമായിട്ടാണ് കിട്ടിയത്. പൊതുവെ പറയുന്ന സീരിയലിൽ അഭിനയിച്ച പിന്നെ അവരെ കൊള്ളിൽ അഭിനയിക്കാൻ, ഭയങ്കര ഓവർ ആക്ടിങ് ആണ്, പിന്നെന്താണ് അവർക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും തഴയപ്പെടുന്നതാണ്. ഗണപതി എന്തോ അങ്ങനെ ഒരു ഇതെടുത്ത് റിസ്ക് എടുത്തു. അങ്ങനെ ഏതൊരു അഭിനേതാവിനോട് ചോദിച്ചാലും പറയുന്ന ഒരു ഉത്തരമായിരിക്കും, എനിക്കൊരു ഇന്ന കഥാപാത്രം ചെയ്യണം, ഇന്ന പോലെ ഒരു വലിയ സ്ക്രീനിൽ എന്നെ ഇതേപോലെ പ്രേക്ഷകർ തിരിച്ചറിയണം എന്നുള്ളത്. അപ്പം അതിനുവേണ്ടി ഈ സീരിയൽ മിനി സ്ക്രീനിലുള്ള പല ഇന്റർവ്യൂസിൽ അവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അതിന് എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷെ പലപ്പോഴും റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത്. എപ്പോഴെങ്കിലും ചേച്ചി ഇത്രയും വർഷമായി ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്, എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഫീലിംഗ് കിട്ടിയിട്ടുണ്ടോ? അല്ല, 35 years ആയി ഞാൻ ഈ പറഞ്ഞ പോലെ
പണ്ട് ചെയ്തിട്ടുണ്ട്, ഒരു 25ഓളം 30ഓളം ഫിലിംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. യോദ്ധ പോലെയുള്ളൊക്കെ നല്ല നല്ല ഒരുപാട് ഹിറ്റ് പടങ്ങളുടെയൊക്കെ ഭാഗമാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം എന്നിലുള്ളൊരു ഒരു അഭിനേത്രിക്ക് ഒരു അന്നൊന്നും സത്യം പറഞ്ഞെങ്കിൽ അത്ര നല്ല അഭിനയമൊന്നും ഇന്നും അറിയില്ല, അല്ല അന്ന് അത്രയും കൂടി അറിയില്ലാത്ത ഒരു പ്രായം, ചെറുപ്രായമാണല്ലോ. ഇപ്പോഴൊക്കെ ഇത്രയും നാൾ സീരിയലിലും ഒക്കെ ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസിന്റെ പുറത്ത് ഒരു കഥാപാത്രം ഇവരൊക്കെ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനും ചെയ്യാനൊക്കെ ഇപ്പോൾ ഒരു ചെറിയ കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. അന്നൊക്കെ ഒന്നും അത്ര അറിയില്ലല്ലോ, പേടിച്ചൊക്കെ നമ്മളിങ്ങനെ നിൽക്കുന്ന ഒരു പ്രായം. അപ്പോൾ എനിക്ക് ശരിക്കും പണ്ടത്തെയൊക്കെ ഇപ്പോൾ എത്ര സീരിയലിൽ എത്ര അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യം, എനിക്ക് 3 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നാളത്തെ ഒരു തലമുറ നോക്കുമ്പോൾ ബീനാന്റണി എന്ന് പറഞ്ഞ അവിടെ രേഖപ്പെടുത്താൻ ഒന്നും ഉണ്ടാവില്ല, ഒരു കഥാപാത്രം പോലും. അപ്പൊ അങ്ങനെ കുറച്ച് കഥ എത്ര തലമുറ കഴിഞ്ഞാലും എന്നിലുള്ള ഒരു അഭിനേത്രിയുടെ എന്തെങ്കിലും കുറച്ചെങ്കിലൊക്കെ ഒരു ഇതിൽ രേഖപ്പെടുത്തണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിന് ദൈവം സഹായിച്ചു എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. താങ്ക്സ് എല്ലാ ടീമിനും. താങ്ക് യു. ഗണപതി, ഇപ്പൊ അഭിനയത്തിൽ നല്ലൊരു നടനായി വന്നു. ഇപ്പൊ ടെക്നിക്കലി നല്ലൊരു ക്രൂ മെമ്പറായി വരുന്നു. ഇനി ഇപ്പോഴാണ് സ്വന്തം ഡയറക്ഷനിലുള്ള മുകളിലേക്ക് പോകുന്നത്. കുറച്ചു കാലം അഭിനയിക്കാനുള്ള ഒരു കൊതിയുണ്ട്. അപ്പോൾ കുറച്ച് നല്ല ക്യാരക്ടേഴ്സ് ഇപ്പം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ ഓട്ടത്തിലാണ്. അപ്പോൾ എനിക്ക് അഭിനയത്തിൽ വളരെ കൊതിയുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൽ നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ, അതിലൊന്ന് സ്റ്റേബിളായിട്ട് ഞാൻ ഡയറക്ഷനിലേക്ക് ചിന്തിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോഴൊന്നുമില്ല. അതിൽ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. അല്ല, അത് സിനിമേനെ ഒരു വ്യവസായമായിട്ട് അംഗീകരിക്കും. ഇപ്പോഴത്തെ ബജറ്റിൽ അങ്ങനെ ഒരു ഫിലിം സിറ്റി ശ്രീ JC ഡാനിയലിന്റെ പേരിൽ ഒരു ഫിലിം സിറ്റി തുടങ്ങാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് ഒരു ഈ സിനിമയിൽ ഉള്ള നമ്മളെല്ലാവരും സിനിമ ഇതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല, ഇതിൻ്റെ ഫ്രണ്ടിൽ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നവർ മാത്രമല്ല, എൻ്റെ പിറകിലുള്ള ഒരുപാട് പേരുണ്ട്, പല ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര സന്തോഷമുള്ള ഒരു വാർത്തയാണ്, അതൊരു പരിഗണനയാണ്. ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു മാധ്യമത്തിനെ ഇപ്പോൾ ഇങ്ങനെ ഒരു വ്യവസായമായിട്ട് അംഗീകരിച്ച് അതിന് കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തീരുമാനം വരുന്നത്, അത് തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്, അഭിനന്ദനാർഹമാണ്. അത് വലിയ മാറ്റങ്ങൾ സിനിമയിൽ, മലയാള സിനിമയിൽ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കുറച്ചൊക്കെ വരും അങ്ങനെ ഇതുപോലെ. ഇതിപ്പോ അതും നേരത്തെ പറഞ്ഞു വെക്കുന്നതിനേക്കാളും നല്ലത് വരുമ്പോ കണ്ട് നിങ്ങൾക്ക്, അതല്ലേ നല്ലത്, അത് രസം. നമ്മുടെ ബാലനൊന്നും പറഞ്ഞില്ല. ഹലോ ഹലോ ആദി, ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇവരൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? ടൊയ്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സെറ്റിലൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? കഥയൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു? എങ്ങനെ ചെയ്ത കഥ? മനസ്സിലായില്ല, എനിക്ക് കഥ മനസ്സിലായില്ല. സിനിമയൊക്കെ ഇഷ്ടമാണ്? സിനിമ ഇഷ്ടമാണോ? സിനിമ ഇഷ്ടമാണ്. ഇനി അഭിനയിക്കാൻ ഞങ്ങളോട് ഉണ്ടാകത്തില്ലേ? ഒരുപാട് പടങ്ങൾ ചെയ്യാൻ ഞങ്ങളോട് ഉണ്ടാകത്തില്ലേ? പിന്നെ എന്താ, നമുക്ക് കാണാം ഇനിയും. അപ്പം എന്തായാലും ബാലൻ തിയേറ്ററിൽ ഇറങ്ങി സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടട്ടെ, വലിയൊരു വിജയമായി, മലയാളത്തിന്റെ ഒരു വിജയമായി മാറട്ടെ ഞങ്ങൾ ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അതിശേഷം നായകനാവണ്ടേ? അതെ, ചോദിച്ചേ, ശ്രീചേട്ടനോട് ചോദിച്ചേ. ടോവിയങ്കിൾ നായകനാവണ്ടേ ഇനി? ചിരിച്ചേട്ടനോട് ചോദിക്കുന്ന ഇനി അടുത്തേരം നായകനാക്കുമെന്ന് ചോദിക്കും. തരാം. അല്ലെങ്കിൽ ടോവിയങ്ങളെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇതിൽ വന്നത് തന്നെ. കണ്ടപ്പോ തന്നെ കിളി പോയിരിക്കുവാ ഞാൻ.